الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على حبيبك الأعظم وعلى آل وأصحاب حبيبك الأعظم بعدد كل معلوم لك. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا ونشهد أن لا إله إلا الله ونشهد أن سيدنا محمد رسول الله. ما بعد. ബഹുമാന്യരായ മുഹിബ്ബീങ്ങളെ, നാം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുവാനും അറിയുവാനും സംഗമിച്ചതാണ്. അല്ലാഹു നമ്മുടെ ഈ മഹത്തായ നിയ്യത്ത് കബൂൽ ചെയ്ത് നമ്മെ എല്ലാവരെയും അല്ലാഹു തആല അവന്റെ പൊരുത്തം കിട്ടിയ മുഹിബ്ബീങ്ങളിൽ, അവന്റെ മുത്തുനബിയുടെ മുഹിബ്ബീങ്ങളിൽ ഉൾക്കൊള്ളിക്കട്ടെ. നാം മൗലിദുൽ ഹുസ്നൈനിയുടെ 18ാമത്തെ ഹിസ്ബിലാണുള്ളത്. നാം സംസാരിച്ചു വെച്ചത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റാർക്കും നൽകാത്ത വിധം പാപമുക്തി നൽകിയിട്ടുണ്ട്. മുഴുവൻ പാപങ്ങളിൽ നിന്നും സമ്പൂർണമായ സുരക്ഷ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുത്തുനബിയുടെ ഭാഗത്തിൽ നിന്ന് സാധാരണ അള്ളാഹുവിന്റെ സാമീപ്യം ലഭിച്ച ഇഷ്ടദാസന്മാർക്ക് സംഭവിക്കാറുള്ള, അവരുടെ അടുക്കൽ മാത്രം തെറ്റായി ഗണിക്കപ്പെടാറുള്ള അബദ്ധങ്ങൾ പോലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സംഭവിച്ചിട്ടില്ല എന്ന സമർത്ഥനങ്ങളും ആ സമർത്ഥനമനുസരിച്ച് വിശുദ്ധ ഖുർആനിലെ ഏതാനും ചില സൂക്തങ്ങൾ സംശയമായി വരുന്നുണ്ട്. ആ സംശയമായി വരുന്ന ഏതാനും സൂക്തങ്ങൾക്കുള്ള മറുപടികളാണ് നാം സംസാരിച്ചു വരുന്നത്. ഇനി നമുക്ക് പറയാനുള്ള ആയത്ത് ഖൗലുഹു തആല ലഅല്ലക ബാഖിഉൻ നഫ്സക അല്ലാ യകൂനു മുഅ്മിനീൻ. ഈ ആയത്തിന്റെയും പ്രത്യക്ഷം ചിന്തിക്കുമ്പോൾ നമുക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരു തെറ്റുള്ളതായി തോന്നിപ്പോകും. അത് കേവലം തെറ്റിദ്ധാരണയാണ്. എന്താ ആയത്തിന്റെ ബാഹ്യമായ അർത്ഥം? ലഅല്ലക ബാഖിഉൻ നഫ്സക, ഓ നബിയെ, അങ്ങ് ബാഖിഉൻ നഫ്സക, അങ്ങയുടെ ശരീരത്തെ ഇല്ലായ്മ ചെയ്തേക്കാം, അങ്ങ് ആത്മഹത്യ ചെയ്തേക്കാം എന്നാണ് അതിന്റെ ഭാഷാർത്ഥം. അല്ലാ യകൂനു മുഅ്മിനീൻ, അവർ വിശ്വസിക്കാതിരിക്കുന്നതിന്റെ പേരിൽ അങ്ങയുടെ പ്രബോധിതരായ സമുദായം, അവിശ്വാസികൾ, അവര് ഇസ്ലാമിലേക്ക് വരാത്തതിന്റെ പേരിൽ അങ്ങ് ആത്മഹത്യ ചെയ്തേക്കാം എന്ന് തന്നെയാണ് ആ ആയത്തിന്റെ ബാഹ്യാർത്ഥം. അതിന്റെ ആ ബാഹ്യാർത്ഥം സൂചിപ്പിക്കുന്നതനുസരിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ആത്മഹത്യക്ക് ഒരുങ്ങുമെന്നോ അങ്ങനെ ആത്മഹത്യ ചെയ്യാൻ മുത്തുനബിക്ക് ആഗ്രഹമുണ്ട് എന്നോ അതിനർത്ഥമില്ല. മറിച്ച് അതൊരു ആലങ്കാരിക പ്രയോഗമാണ്. ഈ ആയത്ത് മുത്തുനബിയെ ആക്ഷേപിക്കുകയല്ല, മറിച്ച് മുത്തുനബിക്ക് ഇത് വലിയ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള വലിയ ഒരു മദ്ഹാണ്.
മുത്തനബി അല്ലാഹു തആല പുകഴ്ത്തുകയാണ്. അപ്പോൾ ലഅല്ലക ബാഖിഉൻ നഫ്സക അല്ലാ യകൂനു മുഅ്മിനീൻ, അവര് വിശ്വാസം കൈക്കൊള്ളാത്തതിന്റെ പേരിൽ അങ്ങയുടെ നഫ്സിനെ ഇല്ലായ്മ ചെയ്തേക്കാം എന്ന് സൂചന വരുന്ന എന്നർത്ഥം വരുന്ന സൂചിപ്പിക്കുന്ന ദിവ്യവാക്യം തശ്ബീഹു തംസീലി, അത് ഒരു ആലങ്കാരിക പ്രയോഗമാണ്. വൽ ഖറദു, ഈ ആലങ്കാരിക പ്രയോഗത്തിലൂടെ ഉള്ള ലക്ഷ്യം മദ്ഹുഹു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുകഴ്ത്തുകയാണ്. വസ്സുൽവാൻ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സാന്ത്വനിപ്പിക്കുകയുമാണ്. അപ്പൊ എങ്ങനെ ഇത് മദ്ഹാവുക? മസ്സല ഹാലഹു ബിമൻ യുഖാഫു മിന്നു ഖത്ലു നഫ്സിഹി ലഫാ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിഷ്കളങ്കമായി, വളരെ നിഷ്കളങ്കമായി, ഒരു പ്രതിഫലവും ആഗ്രഹിക്കാതെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളെ ദീനുൽ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു ബുദ്ധിയുള്ള മനുഷ്യൻ ആലോചിക്കുകയാണെങ്കിൽ യാതൊരു തകരാറും ന്യൂനതയും അവിടുത്തെ വാക്കിലോ പ്രവൃത്തിയിലോ ഒന്നിലും പറയാനില്ലതാണ്. ഇപ്പോൾ പറയാനില്ല എന്നല്ല, പ്രസവിച്ചത് മുതൽ, ശൈശവം മുതൽക്ക് 40 വയസ്സായി ഞാൻ പ്രവാചകനാണെന്ന് പറഞ്ഞു പ്രബോധന കോതയിലേക്ക് ഇറങ്ങുന്ന ടൈം വരെയും ഇറങ്ങിയതിന് ശേഷവും ആർക്കും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് മോശമായി ഒന്നും പറയാനില്ല. അവിടുന്ന് ഉപദേശിക്കുന്ന, പറയുന്ന എല്ലാ കാര്യങ്ങളും ഏത് ബുദ്ധിയുള്ള മനുഷ്യൻ ആലോചിക്കുകയാണെങ്കിലും അത് വളരെ ശ്ലാഘനീയമായ, സ്തുത്യർഹമായ വാക്കുകളാണ്. ആരും അത്ഭുതപ്പെട്ടു പോകുന്ന ഉപദേശങ്ങളാണ് ഇതാണ്. അങ്ങനത്തെ ഒരു പ്രബോധകൻ പ്രബോധനം ചെയ്തിട്ട് ആ പ്രബോധനം അവർക്ക് ഇഫക്റ്റ് ചെയ്യുന്നില്ല. അവർ ഈ പ്രബോധകനെ, ഈ പ്രവാചകനെ വ്യാജൻ എന്ന് പറഞ്ഞ് തള്ളുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും അവിടുന്ന് ഒരാളോടും രണ്ടാളോടും പറഞ്ഞ് അവർ വ്യാജൻ എന്ന് പറഞ്ഞ് തള്ളുമ്പോൾ പിന്മാറുന്നില്ല. വീണ്ടും തന്നോട് കൽപ്പിക്കപ്പെട്ട ആ ഉത്തരവാദിത്വം നിർവഹിക്കാനായി എപ്പോഴും പ്രബോധനത്തിനായി മുഴുകുകയാണ്. അങ്ങനെ പ്രബോധനം നടത്തുമ്പോൾ ഭൂരിഭാഗം ആളുകളും ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടായ സംഭവമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്തായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന സംഭവമാണത്. അധികം ആളുകളും വിശ്വാസത്തിലേക്ക് വരാത്ത ഒരു സാഹചര്യം. അങ്ങനെയായപ്പോ മുത്തുനബിയുടെ അവസ്ഥ കണ്ടാൽ വളരെ മാനസികമായി വലിയ വിഷമമുണ്ട്. ജനങ്ങൾ സത്യത്തിലേക്ക് വരാത്തതിന്റെ പേരിൽ അങ്ങനെ മാനസികമായി വിഷമമുള്ള ഒരു മനുഷ്യൻ, വല്ലാതെ മാനസികമായ വിഷമമുള്ള ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ അവസ്ഥ സാധാരണഗതിയിൽ പ്രവാചകനൊന്നും അല്ലെങ്കിൽ, പ്രവാചകനോ അള്ളാഹുവിന്റെ ഔലിയായിൽപ്പെട്ട ഇഷ്ടദാസന്മാരിൽപ്പെട്ട ആളുകളൊന്നും അല്ലെങ്കിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്യുമാർ അത്രയും ശക്തമായ ദുഃഖം ഉണ്ട്. ആ ഒരു ദുഃഖ അവസ്ഥയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്തിയിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി ഒരു ആലങ്കാരിക പ്രയോഗം നടത്തിയതാണ്. മസ്സല ഹാലഹു, തിരുനബിയുടെ അവസ്ഥയെ അല്ലാഹു തആല ഉപമിക്കുകയാണ്. ബിമൻ, ഒരു വ്യക്തിയോട് ഉപമിച്ചു. യുഖാഫു മിന്നു, ആ വ്യക്തിയിൽ നിന്ന് ഭയപ്പെടുന്നു. ഖത്ലു നഫ്സിഹി ലഫാൻ, ദുഃഖിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ സ്വന്തം ശരീരത്തെ ഇല്ലായ്മ ചെയ്യപ്പെടുന്നത്, അദ്ദേഹം സ്വന്തം ശരീരത്തെ വധിക്കുന്നത് ഭയപ്പെടുന്നു. അങ്ങനത്തെ ഒരു വ്യക്തിയോട് തുല്യപ്പെടുത്തിയിരിക്കുകയാണ്, ഉപമിച്ചിരിക്കുകയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ ചെയ്യുമെന്നല്ല അതിന്റെ അർത്ഥം. അങ്ങനെ ചെയ്യുമാർ അങ്ങേക്ക് ദുഃഖമുണ്ട്
അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അത് നിങ്ങൾ നടത്തുന്ന പ്രബോധനത്തിൽ നിങ്ങൾക്ക് നിഷ്കളങ്കതയുണ്ട്. നിഷ്കളങ്കത ഇല്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ വിശ്വസിക്കാത്തതിന്റെ പേരിൽ ഒരിക്കലും അദ്ദേഹത്തിന് ഒരിക്കലും വിഷമം ഉണ്ടാവില്ല. പ്രബോധനത്തിൽ നിഷ്കളങ്കത ഉള്ള ആളാണ്. പ്രബോധനം നടത്തുമ്പോൾ ആ പ്രബോധനം ഉപകാരപ്പെടുന്നില്ലെങ്കിൽ മനസ്സിന് വലിയ വേദനയും വിഷമൊക്കെ ഉണ്ടാകും. അപ്പൊ അല്ലാഹു തആല ഇവിടെ ഉദ്ദേശിക്കുന്നത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഈ പ്രബോധനം നടത്തുന്നതിന് നല്ല നിഷ്കളങ്കതയുണ്ട്. ഫഹുവ, ഈ പറഞ്ഞ വാക്ക് മദ്ഹുൻ ബി അന്നഹു മുഖ്ലിസുൻ ഫിദ്ദഅവ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനത്തിൽ നിഷ്കളങ്കതയുള്ള ആളാണ്. ഗൈറു കസ്ലാൻ, ഒരിക്കലും മടിയനല്ല, അലസനല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അലസനല്ല എന്ന് അല്ലാഹു തആല ഈ ആയത്തിലൂടെ, ഈ സൂക്തത്തിലൂടെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മദ്ഹ് ചെയ്യുകയാണ്. മുത്തനബി അലസനല്ല, പ്രബോധനം ചെയ്യുന്നതിന് നല്ല നിഷ്കളങ്കതയുള്ള ആളാണ് എന്നാണ്. ലഅല്ലക ബാഖിഉൻ നഫ്സക അല്ലാ യകൂനു മുഅ്മിനീൻ. ഓ നബിയെ, അവർ വിശ്വസിക്കാത്തതിന്റെ പേരിൽ നിങ്ങൾക്ക് നല്ല ദുഃഖമുണ്ടാകുമല്ലേ, നിങ്ങൾക്ക് മനസ്സ് വല്ലാതെ വേദനിക്കുന്നുണ്ടാവുമല്ലേ. മനസ്സ് വേദനിക്കാതെ, വിശ്വസിക്കാത്തതിന്റെ പേരിൽ മനസ്സ് വേദനിക്കുക എന്ന് പറഞ്ഞത് അത് നല്ല ഒരു വിശേഷണമാണ് ഒരു പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം, ഒരു പ്രബോധകരെ സംബന്ധിച്ചിടത്തോളം. കമാ മദഹു ബിഹി, ഇതേ മദ്ഹാണ് അല്ലാഹു തആല മുത്തനബിയെ മദ്ഹ് ചെയ്തത് ഫീ ഖൗലിഹി ഐലൻ, അല്ലാഹുവിന്റെ മറ്റൊരു വാക്കിൽ. അല്ലാഹു തആല മറ്റൊരു ഇടത്ത് സൂറത്തു അബസ് സൂറത്തിൽ അല്ലാഹു തആല മുത്തനബിയെ കുറിച്ച് ഇതുപോലെ വിശേഷിപ്പിച്ചിട്ടുണ്ട്, ഇതുപോലെ പ്രകീർത്തിച്ചിട്ടുണ്ട്. ആ അബസ് സൂറത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞത് അബസ വതവല്ല അൻ ജാഅഹുൽ അഅമാ വമാ യുദ്രീക ലഅല്ലഹു യസ്സക്ക ഔ യദ്ദക്കറു ഫതൻഫഉഹു الذിക്റാ അമ്മാ മൻ ഇസ്തഗ്നാ ഫഅൻത ലഹു തസദ്ദ. അപ്പൊ ആ സൂറത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മുഖം ചുളിച്ചു. അതിന്റെ തുടക്കത്തിലുള്ള ആയത്തുകള് നബി തങ്ങളെ ആക്ഷേപിക്കുകയാണെന്ന് തോന്നുന്നു. വാസ്തവത്തിൽ അവിടെ അല്ലാഹു തആലക്ക് വലിയ യുക്തിയുണ്ട് ഈ സൂറയുടെ തുടക്കത്തിലുള്ള ഏതാനും ആയത്തുകൾ അവതരിപ്പിക്കുന്നത്. എന്താണ് വെച്ചാൽ സംഭവം? അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു തആല അൻഹു കാഴ്ച ഇല്ലാത്ത ഒരു സ്വഹാബിയാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു, അദ്ദേഹം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക് വന്ന് തിരുനബിയോട് പറഞ്ഞു, നബിയെ, അല്ലാഹു തആല നിങ്ങൾക്ക് ഇറക്കി തന്ന വിശുദ്ധ ഖുർആനിൽ നിന്ന് എന്നെ ഓതി കേൾപ്പിക്കൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആവശ്യപ്പെട്ടു. ആ പരിസരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരിക്കുന്ന സദസ്സിനെ കുറിച്ച്, സഭയെ കുറിച്ച് കണ്ണു കാണാത്ത അന്ധനായ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹുവിന് ബോധമില്ലായിരുന്നു. കാരണം അന്ധന്മാർക്ക് അങ്ങനെയൊക്കെ സംഭവിക്കുമല്ലോ. അങ്ങനെ ആ സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ മക്ക മുശ്രിക്കീങ്ങളിൽ വെച്ച് ഏറ്റവും പ്രധാനികളായ നേതാക്കന്മാര്, ഖുറൈശികളിൽ ഏറ്റവും പ്രധാനികളായ നേതാക്കന്മാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് വന്ന് സംസാരിക്കുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ എങ്ങനെയെങ്കിലും ദീനിലേക്ക് ക്ഷണിക്കണം, അടുപ്പിക്കണം എന്നുള്ള യുക്തിയിൽ അവരുമായി സംസാരിക്കുന്ന വേളയിലാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു കേറി വരുന്നത്. ഈ കേറി വരുന്ന സന്ദർഭത്തിൽ അവിടെയുള്ള ആളുകൾ ആരാണ്? സ്വനാദീദ് ഖുറൈശ്, ഖുറൈശികളിൽപ്പെട്ട ഏറ്റവും തലവന്മാർ. അവര് പറയാറുണ്ട്,
ഞങ്ങൾക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ഞങ്ങൾ വരുമ്പോഴൊക്കെ നിങ്ങളുടെ അടുത്ത് ഒന്നിനും കൊള്ളാൻ പറ്റാത്ത സാധുക്കളായ ആളുകളാണ് നിങ്ങളുടെ അടുത്തുണ്ടാവുക. അവരുണ്ടാവുമ്പോ അവരുടെ കൂടെ ഇരുന്നു കൊണ്ട് നിങ്ങളെ സംസാരം കേൾക്കാൻ, നിങ്ങൾ പറയുന്നത് നിങ്ങളോട് സംസാരിക്കാൻ ഞങ്ങൾക്കതിൽ കുറവാണ്, ഞങ്ങൾക്കതിന് സാധിക്കില്ല. അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളടുത്തേക്ക് വരണമെങ്കിൽ അവരെ നിങ്ങളെ അടുത്തുനിന്ന് നിങ്ങൾ ഒഴിവാക്കണം എന്ന് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആവശ്യപ്പെടാറുണ്ടായിരുന്നു. അതിന് അല്ലാഹു തആല വിശുദ്ധ സൂറത്തുൽ കഹ്ഫിൽ അതിനെ കുറിച്ച് ആയത്തിറങ്ങി, വലാ തത്റുദിൽ ലദീന യദ്ഊന റബ്ബഹും, അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് അല്ലാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് ദിക്റിലും ദുആയിലും ജോലിയാകുന്ന മുഅ്മിനീങ്ങൾ, സാധുക്കളായ മുഅ്മിനീങ്ങൾ, അവരൊരിക്കലും നിങ്ങളുടെ അടുത്തുനിന്ന് നിങ്ങൾ ആട്ടിയോടിക്കണ്ട എന്ന് അല്ലാഹു തആല നിർദ്ദേശം നൽകിയിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ ഈ ഖുറൈശികളുടെ നേതാക്കന്മാരായ ഏതാനും ആളുകൾ അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് യാദൃച്ഛികമായി അവർ എത്തിപ്പെട്ടതാണ്. അതുകൊണ്ട് ആ ചാൻസ്, സുവർണാവസരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് വേറെ ആളുകൾ ആരും റസൂലുള്ളാഹിന്റെ അടുത്തില്ല, അവർ മാത്രമേ ഉള്ളൂ. അപ്പോ സാധുവായ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയുടെ മുമ്പിൽ ആരാളുള്ളതെന്ന് അറിയാതെ റസൂലുള്ളാഹിനോട് എപ്പോഴും സംസാരിക്കാൻ ചാൻസ് കിട്ടുന്ന ആളാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം. ആ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയോട് ചോദിച്ച ചോദ്യം എപ്പോഴും റസൂലുള്ളാഹി പറഞ്ഞു കൊടുക്കുന്ന ഒരു വിഷയമാണ് ചോദിക്കുന്നത്. അല്ലാഹു തആല നിങ്ങൾക്ക് ഇറക്കി തന്ന ഖുർആൻ എന്നെ കേൾപ്പിച്ചു തരൂന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുതിയ ആയത്ത് ഇറങ്ങിയാലും ചോദിക്കാതെ തന്നെ സ്വഹാബത്തിന് ഓതി കൊടുക്കുന്ന പതിവാണുള്ളത്. അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂമിന് ഇപ്പോൾ അത് ചോദിക്കേണ്ടതില്ല. അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം ചെയ്തത് വൻ കുറ്റാണ്, വൻ പാപമാണ്. പക്ഷേ അയമയായതുകൊണ്ട്, അന്ധനായതുകൊണ്ട്, പരിസരബോധം അറിയാത്തത് കൊണ്ട്, ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിനേക്ക് അല്ലാഹു തആല ശിക്ഷ നൽകിയില്ല. അദ്ദേഹം ചെയ്തത് ഒരു പാപമായി കൂട്ടിയില്ല, അല്ലെങ്കിൽ അത് വൻ കുറ്റമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പ്രധാനപ്പെട്ട വ്യക്തികളോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ റസൂലുള്ളാഹിയുടെ സംസാരം മുറിക്കുന്ന വിധത്തിൽ റസൂലുള്ളാഹിക്ക് വെറുപ്പുണ്ടാകുന്ന രൂപത്തിൽ റസൂലുള്ളാഹിയോട് സംസാരിക്കുന്നത് വൻ തെറ്റാണ്. അള്ളാഹിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം ചോദിക്കുന്നത് നിഷ്കളങ്കമായ ചോദ്യമാണ്. പക്ഷെ ഇവിടെ മുന്നിലിരിക്കുന്നത് ഖുറൈശികളിൽപ്പെട്ട ഏറ്റവും വലിയ തലവന്മാരാണ്. അവരുടെ മുഖത്തേക്ക് നോക്കി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ സംസാരം മുറിച്ച് ഈ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം, അന്ധനായ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂമിന്റെ കൂടെ സംസാരിച്ചാൽ ഇവർ അത് ഒരിക്കലും ഇഷ്ടപ്പെടില്ല. സ്വാഭാവികമായും അങ്ങനെയാണ് ഉണ്ടാവുക. ഒരു അതിഥികൾ വന്ന് ആ അതിഥികളോട് നാം പ്രധാനപ്പെട്ട ഒരു വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോ ആ വീട്ടിലെ മോന് വന്നിട്ട് സാധാരണ വീട്ടിലത്തെ ഒരു പിന്നീട് സംസാരിക്കാൻ പറ്റുന്ന ഒരു വിഷയം അവിടെ വന്ന് സംസാരിക്കുകയാണെങ്കിൽ, അർജന്റ് കേസ് അല്ലാത്തൊരു വിഷയം സംസാരിക്കുകയാണെങ്കിൽ ഒരിക്കലും ആ പിതാവ് അത് ഇഷ്ടപ്പെടൂല എന്ന് മാത്രമല്ല അതിഥികളും ഇഷ്ടപ്പെടില്ല. ആ ഒരു അവസ്ഥയാണ് അവിടെ ഉണ്ടായത്. പക്ഷേ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂമിന് അത് മനസ്സിലായില്ല, തിരിഞ്ഞില്ല. റസൂലുള്ളാഹി അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂമിന്റെ മുഖത്തേക്ക് അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂമിനെ മൈൻഡ് ചെയ്തില്ല. റസൂലുള്ളാഹി മുഖം തിരിച്ചു, ഇവരോട് തന്നെ സംസാരിച്ചു. അബ്ദുല്ലാഹി ഇബ്നു മക്തൂം എന്തെങ്കിലും സംസാരിച്ചാൽ അത് ഇവർക്കത് പ്രശ്നമാവും, ബുദ്ധിമുട്ടാവും. ഇവരെ റസൂലുള്ളാഹി ദീനിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്, ദീനിലേക്ക് എങ്ങനെയെങ്കിലും വരുമോ എന്നുള്ള യുക്തിപൂർവ്വ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് വിഘാതമാകും അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂമിനോട് സംസാരിക്കാൻ. അതുകൊണ്ട് റസൂലുള്ളാഹി അറിയാതെ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം ചെയ്തത് ഒരു മോശത്തരാണല്ലോ. മോശം സംഭവിക്കുമ്പോ കാണുമ്പോ മനുഷ്യന്റെ, നല്ല മനുഷ്യന്മാരുടെ മുഖത്ത് ചുളിവ് വരും, അറിയാതെ ചുളിവ് വരും. അങ്ങനെ റസൂലുള്ളാഹിയുടെ മുഖം ചുളിഞ്ഞു പോയി. മുഖം ചുളിയുക എന്ന് പറഞ്ഞത് അത്
ചുളിയാൻ പാടില്ലാത്ത സ്ഥലത്ത് ചുളിയുമ്പോൾ അത് ദുസ്വഭാവമാവും. അതേ സമയത്ത് മോശപ്പെട്ട ഒരാൾ ദുസ്വഭാവം കാണിക്കുമ്പോൾ ആ ദുസ്വഭാവത്തോട് പ്രതികരിക്കുന്ന സന്ദർഭം നല്ല മനുഷ്യന്മാരുടെ മുഖത്ത് അത് പ്രകടമാകും, ചുളിവ് പ്രകടമാകുക ചെയ്യും. അത് നല്ല സ്വഭാവമാണ്. അങ്ങനെയാണല്ലേ. അപ്പൊ അബ്ദുല്ലാഹിബ്നു ഉമ്മു മക്തൂം ചെയ്തത്, അദ്ദേഹം മഅദൂറാണെങ്കിലും അദ്ദേഹത്തിന് കാര്യകാരണമുണ്ടെങ്കിലും ആ ചെയ്ത പ്രവൃത്തിയിലേക്ക് നോക്കുമ്പോൾ അത് അനുചിതമാണ്, സമ്പൂർണമായ അനൗചിത്യമാണ് സംഭവിച്ചത്. അതുകൊണ്ട് റസൂലുള്ളാഹിയുടെ മുഖം ചുളിഞ്ഞു. റസൂൽ ചുളിച്ചതല്ല, മുഖം ചെന്നാൽ ചുളിച്ചാ ചുളിയൂല. മുഖം ചുളിയലാണ്, മോശപ്പെട്ട സംഗതി ഉണ്ടാവുമ്പോൾ ചുളിയലാണ്. അങ്ങനെ ചുളിഞ്ഞു. അതാണ് അല്ലാഹു തആല പറഞ്ഞ അബസ വതവല്ല. അബസ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മയുടെ മുഖം ചുളിഞ്ഞു. വതവല്ല, ആ കുരുടനിൽ നിന്നും പിന്തിരിഞ്ഞു, മൈൻഡ് ചെയ്തില്ല. അൻജാഅഹുൽ അമാ, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് അഅമയായ, അഅമ എന്ന് പറഞ്ഞാല് അന്ധൻ, കുരുടൻ, അബ്ദുല്ലാഹിബ്നു ഉമ്മു മക്തൂമിനെ കുറിച്ചാണ് ആ പറയുന്നത്. അബ്ദുല്ലാഹിബ്നു ഉമ്മു മക്തൂം എന്ന സ്വഹാബി, കുരുടനായ സ്വഹാബി വന്ന കാരണത്താൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം ചുളിയുകയും തിരുനബി പിന്തിരിയുകയും ചെയ്തു. അത് വേണ്ടില്ലായിരുന്നു എന്നാണ് അതിന്റെ ധ്വനി. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വേണ്ടാത്ത ഒരു കാര്യം, അല്ലാഹു തആല അല്ലാഹു ആക്ഷേപിക്കുന്ന ഒരു കാര്യം, വേണ്ടയില്ലായിരുന്നു എന്ന് പറയുന്ന ഒരു കാര്യം റസൂലുള്ളാഹി ചെയ്തില്ലേ എന്നൊരു തോന്നല് ഇവിടെയുണ്ട്. നാം പറയുന്നത് മൗലിദുൽ ഹുസ്നൈനി പറയുന്നത് ഒരിക്കലും അബസവത്തവല്ല എന്ന് പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആക്ഷേപിക്കുകയല്ല. പലരും അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ചില ഗ്രന്ഥങ്ങളിലൊക്കെ അതിന്റെ രചയിതാക്കൾ അങ്ങനെ എഴുതി വെച്ചിട്ടുമുണ്ട്, അത് ആക്ഷേപിച്ചതാണ്. എന്നാൽ അതിന്റെ അർത്ഥം അതല്ല, ആക്ഷേപിച്ചതല്ല. ആക്ഷേപത്തിന്റെ ഒരു ശൈലി, രീതി അതിലുണ്ട്, അത് ശരിയാണ്. അങ്ങനെ വലിയ പണ്ഡിതന്മാരുടെ സംസാരത്തിൽ അങ്ങനെ കിതാബുകളിൽ അങ്ങനെ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റസൂലുള്ളാഹിനെ ആക്ഷേപിക്കുകയാണ് എന്നല്ല, റസൂലുള്ളാഹിനെ ആക്ഷേപിക്കുകയാണെന്ന് തോന്നിപ്പിക്കുന്ന ഒരു ശൈലി സ്വീകരിച്ചു അല്ലാഹു. അതിൽ അല്ലാഹുക്ക് രണ്ട് സൈക്കോളജി ഉണ്ട്, അല്ലാഹു തആലക്ക് രണ്ട് യുക്തിയുണ്ട്, രണ്ട് ഹിക്മത്തുണ്ട്. എന്താ രണ്ട് ഹിക്മത്ത്? രണ്ടും വളരെ മഹത്തായ ഹിക്മത്താണ്. ഒന്ന്, അതിന്റെ ബാക്കി കൂടെ അർത്ഥം വെച്ചിട്ട് പറയാം. അബസവത്തവല്ല അൻജാഅഹുൽ അമാ, ഒരു കുരുടൻ വന്ന കാരണത്താൽ മുഖം ചുളിയുകയും പിന്തിരിയുകയും ചെയ്തല്ലോ. വമാ യുദ്രീക ലഅല്ലഹു യസ്സക്ക, നിങ്ങൾക്ക് നബി തങ്ങളോട് പറയാണ്, വമാ യുദ്രീക, നിങ്ങൾക്ക് അറിയിച്ചു തന്ന വസ്തു എന്തെന്നാണ്, നിങ്ങൾക്കറിയുമോ? ചുരുക്കി പറഞ്ഞ നിങ്ങൾക്കറിയോ? ലഅല്ലഹു യസ്സക്ക, ആ വന്ന അന്ധൻ, ആ കുരുടൻ, അദ്ദേഹം നല്ല മനുഷ്യനായി തീർന്നേക്കാം. ഔ യദ്ദക്കർ, അദ്ദേഹം പാഠം ഉൾക്കൊണ്ടേക്കാം. ഫതൻഫഅഹു ദിക്റ, അദ്ദേഹത്തിലേക്ക് നിങ്ങളുടെ ഉത്ബോധനം, നിങ്ങൾ ഖുർആൻ ഓതിക്കൊടുക്കുകയാണെങ്കിൽ ആ ഖുർആനിന്റെ സൂക്തങ്ങൾ അദ്ദേഹത്തിലേക്ക് ഉപകാരപ്പെട്ടേക്കാം. അത് നിങ്ങൾക്കറിയോ? അമ്മാമൻ ഇസ്തഗ്ന, അള്ളാഹുവിനെയും റസൂലിനെയും ആവശ്യമില്ലാത്ത മക്ക മുശ്രിക്കീങ്ങൾ, അവിടെ റസൂലുള്ളാഹിനോട് സംസാരിക്കാൻ വേണ്ടി വന്നിരുന്ന അവിശ്വാസികള്, ഖുറൈശികളിൽപ്പെട്ട തലവന്മാര് എന്ന് പറഞ്ഞ വിഭാഗം, അവരിൽ ഒറ്റ പേരും വിശ്വസിച്ചിട്ടില്ല. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവരോട് പ്രബോധനം നടത്തിയതിന്റെ, ഉപദേശിച്ചതിന്റെ പ്രതിഫലം അല്പം പോലും ചുരുങ്ങാതെ ആ പ്രതിഫലം കിട്ടിയിട്ടുണ്ട്. അവരാരും വിശ്വസിച്ചില്ല. അതിനെ കുറിച്ച് അല്ലാഹു പറയുന്നത്, അമ്മാമൻ ഇസ്തഗ്ന, അല്ലാഹുവിനെയും റസൂലിനെയും ആവശ്യമില്ലാത്ത ആ കൂട്ടർ, ഫഅൻത ലഹു തസദ്ദ, നിങ്ങൾ അവരിലേക്ക്, അവരെ പരിഗണിച്ചുകൊണ്ട് അവരിലേക്ക് നിങ്ങൾ തിരിഞ്ഞിരുന്നല്ലോ. വമാ അലൈക അല്ലാ യസ്സക്ക, അവർ, ആ വന്ന കൂട്ടർ, അവര് നന്നാവുന്നില്ലെങ്കിൽ
ആത്മസംസ്കരണമുള്ളവരാകുന്നില്ലെങ്കിൽ നിങ്ങൾ അവിഷയത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്നില്ല. കാരണം നിങ്ങൾക്ക് പ്രബോധനം നടത്തേണ്ട ചുമതല മാത്രമേ ഉള്ളൂ. നിങ്ങൾ അവരോട് പറയുക, ഞാൻ അള്ളാഹുവിന്റെ റസൂലാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന് അവരെ അറിയിക്കുക. അവർ വരുന്നില്ലെങ്കിൽ നിങ്ങൾ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് അവരോട് ഇങ്ങനെ കൂടേണ്ട ആവശ്യമില്ല. അമാ അലൈക അല്ലാ യസക്ക, അവർ നന്നാവുന്നില്ലെങ്കിൽ നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നില്ല. വളരെ ദ്രുതഗതിയിൽ സ്പീഡിൽ നിങ്ങളുടെ സന്നിധിയിലേക്ക് വന്ന ആ കുരുടൻ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു വഹുവ യഖ്ശാ, അദ്ദേഹം അല്ലാഹുവിനെ ഭയക്കുന്ന ആളാണ്. ഫഅൻത അൻഹു തലഹ, നിങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് നിങ്ങൾ പിന്തിരിഞ്ഞല്ലോ, അദ്ദേഹത്തെ അവഗണിച്ചല്ലോ. ഇതാണ് ഇപ്പൊ ആ സൂക്തങ്ങൾ. 10 ആയത്തുകളാണ്. അബസവത്വല്ല മുതൽക്ക് 10 ആയത്തുകളാണ്. ആ 10 ആയത്തുകളിൽ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. ഈ ആയത്തുകളുടെ പ്രത്യക്ഷം കേട്ടാൽ നമുക്ക് തോന്നും അത് റസൂലുള്ളാഹി ആ ചെയ്തത് അല്ലാഹു തആലക്ക് ഇഷ്ടമായില്ല, അല്ലാഹു അതിനെ ആക്ഷേപിക്കുകയാണെന്ന് തോന്നും. വാസ്തവത്തിൽ അതല്ല അവിടെ സംഭവിച്ചത്. അവിടെ സംഭവിച്ചത് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഖുറൈശികളോട് സംസാരിക്കാൻ ആ ചാൻസ് ഉപയോഗപ്പെടുത്തിയത് അത് തന്നെയാണ് അവിടെ അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നതും അത് തന്നെയാണ് അവിടെ 100% റസൂലുള്ളാഹി ചെയ്യേണ്ടതും. പക്ഷേ അവിടെ വന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം കണ്ണ് കാണാത്ത ഒരു വീക്ക്നെസ് ഉള്ള ആളായതുകൊണ്ട് ഈ വീക്ക്നെസ് ഉള്ള ആളുകൾക്കൊക്കെ സംസാരശേഷി ഇല്ലാത്തവര്, ചെവിട് കേൾക്കാത്തവര്, അല്ലെങ്കിൽ കണ്ണ് കാണാത്തവര്, അല്ലെങ്കിൽ മുടന്തുള്ള ആളുകൾ, കാലുകൊണ്ട് നടക്കാൻ ഒരു കാലിന് മുടന്തുണ്ട്, ഇങ്ങനെയുള്ള ആളുകൾക്ക് കോപം കുറച്ച് കൂടുതലായിരിക്കും. അവർക്ക് ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണെന്നുള്ള ചിന്ത, അല്ലെങ്കിൽ ജനങ്ങൾ എന്നെ കൊള്ളാത്തവനായി പരിഗണിക്കും ഒന്നും ഉണ്ടാവില്ല. അവരുടെ കൊള്ളായ്മ, അവരുടെ വീക്ക്നെസ് നമ്മൾ ആരും അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവരെ പറ്റി ഒരു മോശപ്പെട്ട ചിന്തയോ അവരുടെ അവഗണന ഒന്നും നമ്മുടെ മനസ്സിലുണ്ടാവില്ല. പക്ഷെ അവരുടെ മനസ്സിലുണ്ടാവും, എന്നെ കാണുന്നവരൊക്കെ ഒരു അവഗണനയോട് കൂടെയാണ് എന്നെ വീക്ഷിക്കുന്നത് എന്ന് അവർക്ക് തോന്നുന്നുണ്ടാവും. എപ്പോഴും അവരത് ചിന്തിക്കുന്നേ ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ അവര് നമ്മോട് സംസാരിക്കുമ്പോ നാം എന്തെങ്കിലും രൂപത്തിൽ അവരാ സംസാരം ശരിയല്ല എന്നുള്ളതോ, അല്ലെങ്കിൽ നമ്മൾ ആദ്യത്തെ തവണ തന്നെ കേൾക്കുന്നില്ല എന്നൊക്കെ തോന്നിയാൽ അവർ രണ്ടാമത്തെ പ്രാവശ്യം അവർ ചൂടാവും, അവര് ദേഷ്യപ്പെട്ടിട്ടാണ് അവര് പ്രതികരിക്കുക. അവരെ പരിഗണിച്ചില്ലെങ്കിൽ അവർക്ക് പെട്ടെന്ന് മനസ്സ് വല്ലാതെ വേദന. ഈ ഒരു അവസ്ഥയാണ് അവിടെ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂമിന് ഉണ്ടായത്. അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂമിനോട് റസൂലുള്ളാഹി ഒന്നും സംസാരിച്ചതുമില്ല, സംസാരിക്കാൻ പറ്റില്ല, പ്രതികരിച്ചതുമില്ല. അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂമിൽ നിന്ന് റസൂലുള്ളാഹി പൂർണ്ണമായി പിന്തിരിഞ്ഞു. അപ്പോ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂമിന് മനസ്സ് വല്ലാതെ വേദനയായി. സാധുവായ സ്വഹാബിയാണ്. എന്താണ് ഞാൻ അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലാഹു റസൂലിന് ഇഷ്ടപ്പെട്ട ഒരു ചോദ്യം ചോദിച്ചിട്ട് ആ ചോദ്യത്തിന് യാതൊരു പ്രതികരണം ഉണ്ടായില്ലല്ലോ എന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂമിന് വല്ലാതെ തോന്നിപ്പോയി. ആ മനസ്സ് തോന്നിയ ആ തോന്നൽ, ആ വിഷമം, അത് ഇല്ലായ്മ ചെയ്യാന് അല്ലാഹു തആല തീരുമാനിച്ചു. റസൂലുള്ളാഹിക്ക് അറിയാം അത് എങ്ങനെയെങ്കിലും ഇല്ലായ്മ ചെയ്യണം. അതിന് അല്ലാഹു തആല തീരുമാനം അബസവത്തവല്ല എന്നുള്ള 10 ആയത്തുകൾ ഇറങ്ങിയ പിന്നെ അതിന്റെ പ്രത്യക്ഷം തോന്നും അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂമിനെ പരിഗണിക്കാത്തത് കൊണ്ട് അല്ലാഹു തആല പരിഗണിക്കണമെന്ന് പ്രത്യേകം പറഞ്ഞതാണെന്ന് വരുമ്പോ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂമിന് സന്തോഷമായി, എന്നെ പരിഗണിച്ചു. അതുകൊണ്ട് അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂമിന്റെ എല്ലാ വിഷമം അതുകൊണ്ട് തീരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറിയാം എന്താണ് അവിടെ സംഭവിച്ചത്. നമ്മൾ ഈ പറഞ്ഞതാണ് അവിടെ സംഭവിച്ചത്. റസൂലുള്ളാഹി പ്രബോധനത്തിന് കൊടുക്കുന്ന പ്രാധാന്യം, ഒരു സെക്കൻഡ്
പ്രബോധനത്തിനുള്ള അവസരം കിട്ടിയാൽ ആ പ്രബോധനത്തിന് കൊടുക്കുന്ന പ്രാധാന്യവും അതിന് മുത്തനബി ഉപയോഗപ്പെടുത്തുന്ന യുക്തി, അത് ഖുറൈശികളിൽപ്പെട്ട വലിയ തലവന്മാരൊക്കെ വരുമ്പോൾ അവരോട് മാത്രം, അവരോട് സംസാരിക്കാൻ അവർ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ അവരോട് ഇടപഴകി അവരോട് സംസാരിച്ച് ദീനിലേക്ക് ക്ഷണിക്കുന്നു. അതുകൊണ്ടാണ് മുഖം ചൊളിഞ്ഞത്. അപ്പൊ ഈ മുഖം ചൊളിയുക എന്ന് പറഞ്ഞത് അവിടെ റസൂലുള്ളാഹിയുടെ ഒരു മദ്ഹാണ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പ്രബോധനത്തിന് നല്ല ആവേശമുണ്ട്. അത് ഏത് വിധത്തിലും പ്രബോധനം ചെയ്യാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തയ്യാറാണ്. മുത്തുനബി ആ പ്രബോധനത്തിൽ നിഷ്കളങ്കമായി മുന്നേറുന്നു എന്നാണ് വാസ്തവത്തിൽ അള്ളാഹു തആല മറ്റൊരു ഭാഷയിൽ പറയാത്ത ഭാഷയിൽ അള്ളാഹു തആല പറയുന്നത്. ഇതാണ് ഒരു യുക്തി, ഒരു ഹിക്മത്ത്. അതാണ് ഈ ആയത്തിൽ. രണ്ടാമത്തെ ഹിക്മത്ത്, ഈ ആയത്ത് അന്ന് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിക്കൊടുത്ത ഈ ആയത്ത്, പിറ്റേന്ന് ഓതിക്കൊടുത്ത ഈ ആയത്ത് അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് പിറ്റേ ദിവസം കയറി വരുമ്പോ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ വിനയുള്ള ആളല്ലേ, സയ്യിദുൽ മുത്തവാലിഈൻ അല്ലേ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂമിന്റെ മനസ്സിലുള്ള എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ എല്ലാം പോവാൻ വേണ്ടി മർഹബൻ ബിമൻ ആതബനില്ലാഹു ഫീ എന്ന് പറഞ്ഞ് സ്വാഗതം ചെയ്തു. അല്ലാഹു തആല ഒരു അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂമിന് സ്വാഗതം, അദ്ദേഹത്തിന്റെ കാരണം കൊണ്ട് അല്ലാഹു ആക്ഷേപിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂമിന് മനസ്സിൽ പിന്നെ ഒന്നുമില്ല. റസൂലുള്ളാഹിനെ ആക്ഷേപിച്ചു എന്ന് പറയുമ്പോ സന്തോഷമല്ല, അതേതായാലും സ്വഹാബിക്ക് ഉണ്ടാവില്ല, അതല്ല പറയുന്നത്. പക്ഷേ എന്നെ അവിടെ അവഗണിച്ചത് അത് വേണ്ടില്ലായിരുന്നു എന്ന് അല്ലാഹു തആല വരെ പറഞ്ഞിട്ടുണ്ട് എന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം മനസ്സിലാക്കി. അത് റസൂലുള്ളാഹി ഉപയോഗിച്ച ഒരു സൈക്കോളജിയാണ്. കാരണം ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മത്തി എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട് റസൂലുള്ളാഹിനോട്. നബിയെ, റബ്ബിന്റെ വഴിയിലേക്ക് ബിൽ ഹിക്മ, സൈക്കോളജിക്കലായി അള്ളാഹുവിന്റെ വഴിയിലേക്ക് ക്ഷണിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹിക്മത്ത്, ആ ഹിക്മത്ത് എന്തും ചെയ്യാന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ അവസരത്തിനൊത്ത് ഹിക്മത്ത് പ്രയോഗിക്കാൻ റസൂലുള്ളാഹി തയ്യാറാവും. അപ്പൊ അവിടെ കാണിച്ച ഹിക്മത്താണ് എന്നെ ആക്ഷേപിച്ച അദ്ദേഹത്തിന്റെ കാരണം കൊണ്ട് എന്നെ ആക്ഷേപിച്ചു അല്ലാഹു, അങ്ങനത്തെ അബ്ദുല്ലാഹി ഇബ്നു മക്തൂമിന് സ്വാഗതം എന്ന് സ്വാഗതം ചെയ്തു. അപ്പൊ ഈ ആയത്ത് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് ഓതി കേൾപ്പിച്ചതാ. ആ ഓതി കേൾപ്പിച്ച ആയത്ത് ഖിയാമത്ത് നാൾ വരെ വിശുദ്ധ ഖുർആനില് നിലനിൽക്കുകയാണല്ലോ. അപ്പൊ അതില് രണ്ടാമത്തെ ഹിക്മത്ത് എന്താ? രണ്ടാമത്തെ യുക്തി എന്താ? രണ്ടാമത്തെ യുക്തി ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തനിക്ക് അവതരിക്കുന്ന വിശുദ്ധ ഖുർആനിൽ നിന്ന് വല്ലതും ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാതെ പൂഴ്ത്തി വെക്കുകയാണെങ്കിൽ ഈ 10 ആയത്തുകൾ പൂഴ്ത്തി വെക്കുമായിരുന്നു. കാരണം അതിന്റെ പ്രത്യക്ഷം കണ്ടാൽ മുഹമ്മദ് നബി എന്ന് പറഞ്ഞാൽ ലോക പ്രഭുവാ, ലോകത്ത് വെച്ച് ഏറ്റവും എല്ലാവരും ബഹുമാനിക്കപ്പെടുന്ന ആദരിക്കപ്പെടുന്ന വലിയ മഹാനാണ്. റസൂലുള്ളാഹിനൊക്കെ വലിയൊരാളില്ല. അങ്ങനത്തെ റസൂലുള്ളാഹിയെ സംബന്ധിച്ച് പ്രത്യക്ഷം ആക്ഷേപമായി തോന്നിപ്പിക്കുന്ന 10 ആയത്തുകള് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ഇറക്കി കൊടുക്കുമ്പോ ഇതിപ്പോ ജനങ്ങൾ കേട്ടാല് സംഗതി എനിക്കും അള്ളാഹ്ക്കും അവരെന്റെ മദ്ഹന്നെ പറയുന്നത് എന്ന്, പക്ഷെ ജനങ്ങൾ അത് കേട്ടാല് തെറ്റിദ്ധരിക്കും. പൊതുജനങ്ങള് കേട്ടാല് തെറ്റിദ്ധരിക്കും, എനിക്ക് കുഴപ്പമുണ്ട്, എന്നെ ആക്ഷേപിക്കുകയാണെന്ന് ജനങ്ങൾ പറയും. അതുകൊണ്ട് ഈ 10 ആയത്ത് പറഞ്ഞു കൊടുക്കണ്ട എന്ന് വെച്ചോ മുഹമ്മദ് നബി അത് പറഞ്ഞു കൊടുക്കാതിരുന്നില്ല. അപ്പൊ ആയിഷ ബീവി പറയാണ്, മുഹമ്മദ് നബി പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങള് പൂഴ്ത്തി വെക്കുകയാണെങ്കിൽ ഈ 10 ആയത്തായിരുന്നു പൂഴ്ത്തി വെക്കേണ്ടിയിരുന്നത്. 10 ആയത്ത് മുഹമ്മദ് നബി പൂഴ്ത്തി വെച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹക്കായ പ്രവാചകനാണ്, സത്യപ്രവാചകനാണ്. അപ്പോ ഇത് എല്ലാ നിരീശ്വരവാദികൾക്കും ഭൗതികവാദികൾക്കും ഈ 10 ആയത്തുകൾ അങ്ങനെ തെളിവുണ്ട്.
ഇത് വല്ലാത്തൊരു തെളിവാണ്. വിശുദ്ധ ഖുർആൻ ദിവ്യവചനമാണ് എന്നതിന് തെളിവാണ്. പല സ്ഥലങ്ങളിലും മുഹമ്മദ് നബിയെ കുറിച്ച് തന്നെ ആക്ഷേപം തോന്നിപ്പിക്കുന്ന ആക്ഷേപമില്ല, ചിന്തിക്കുമ്പോൾ ആക്ഷേപമില്ല, ആക്ഷേപം തോന്നിപ്പിക്കുന്ന ആയത്തുകൾ, തോന്നിപ്പിക്കുന്ന എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ, വിവരമില്ലാത്തവർ, സാധാരണക്കാർ, അതിനെ കുറിച്ച് കൂടുതൽ ആയത്തിലേക്ക് ഇറങ്ങി പഠിക്കാത്തവർ ആക്ഷേപമാണെന്ന് തെറ്റിദ്ധരിക്കുന്ന പല ആയത്തുകളും. ആ ആയത്തുകൾ വിശുദ്ധ ഖുർആനിൽ വന്നതിന്റെ ഹിക്മത്ത്, യുക്തി, അത് ആ ആയത്തുകളെല്ലാം വിശുദ്ധ ഖുർആൻ ദിവ്യവചനമാണ്, മുഹമ്മദ് നബിയുടെ സൃഷ്ടിയല്ല എന്നതിന് തെളിവാണ്. മുഹമ്മദ് നബിയുടെ സൃഷ്ടിയാണെങ്കിൽ മുഹമ്മദ് നബിക്ക് ആക്ഷേപം തോന്നുന്ന വേറെയും ആയത്തുകളുണ്ട്. മുഹമ്മദ് നബിക്ക് തന്നെ ആക്ഷേപമായി കുറവായി തോന്നുന്ന ആയത്തുകൾ പുറത്ത് പറയൂലല്ലോ. അത് പുറത്ത് വേറെ സന്ദർഭത്തിലും ആയിഷ ബീവി പറഞ്ഞിട്ടുണ്ട്. സൈനബ് ബീവിന്റെ സംഭവത്തിൽ ആ ആയത്ത് വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. തഖ്ശന്നാസ് വല്ലാഹു അഹഖു അൻ തഖ്ശാഹു എന്ന് പറഞ്ഞ ആയത്ത്, ആ ആയത്തിനെ കുറിച്ചും ആയിഷ ബീവി പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും പൂഴ്ത്തിവെക്കുകയാണെങ്കിൽ ഈ ആയത്ത് പൂഴ്ത്തിവെക്കുന്നു അവിടെയും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ചില ആയത്തുകൾ അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ ഇറക്കിയിട്ടുണ്ട്. അതിന്റെ യുക്തി വിശുദ്ധ ഖുർആൻ ദിവ്യവചനമാണ് എന്നതിന് ഒരു സാക്ഷി നിർത്തുകയാണ് അല്ലാഹു തആല ചെയ്യുന്നത്. കമാ മദഹു ബിഹി ഫീ ഖൗലിഹി അയ്ളൻ, മേൽ പറഞ്ഞൊരു പ്രബോധനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിഷ്കളങ്കതയുണ്ട് എന്ന കാര്യം കൊണ്ട് മുത്തുനബിയെ അല്ലാഹു തആല മദ്ഹ് ചെയ്തതുപോലെ എവിടെ അബസവത്തവല്ല അൻജാഅഹുൽ അഅമ എന്ന് പറഞ്ഞ ആയത്തിലും സൂക്തങ്ങളിലും ഐ ഇബ്നു ഉമ്മി മക്തൂമിൻ അലൈഹി ദിൽവാൻ, അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു ആണ് അവിടെ അഅമ എന്ന് പറഞ്ഞ കുരുടൻ. ഫതവല്ലിഹി, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്തിരിഞ്ഞത് ലിശിദ്ദത്തി ഐനായത്തി, മുത്തുനബി വല്ലാതെ ശ്രദ്ധിച്ചത് കൊണ്ടാണ്, ശ്രദ്ധ ഉണ്ടായത് കൊണ്ടാണ്. ബിദഅവത്തി സനാദീദി ഖുറൈശ്, ഖുറൈശികളിലുള്ള സുപ്രധാനികളായ ആളുകളെ ദീനുൽ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്ന കാര്യവുമായി മുത്തുനബി വല്ലാതെ ശ്രദ്ധിച്ചത് കൊണ്ടാണ്. അസുമ്മാൻ, അവരെ വാസ്തവത്തിൽ സത്യം കേൾക്കാൻ കഴിവില്ലാത്തവരാണ്. ഈ സൂക്തങ്ങളുടെ പ്രത്യക്ഷം വന്നത് ആക്ഷേപ സ്വരത്തിലാണ്, ആക്ഷേപ ശൈലിയിലാണ്. അതെന്തിനാ ആക്ഷേപ ശൈലിയിൽ ഈ സൂക്തങ്ങളുടെ പ്രത്യക്ഷം വന്നത്? വല്ലാതെ മാനസികമായി വേദനിച്ചു പോയ ആ കുരുടനായ വ്യക്തിയെ സാന്ത്വനിപ്പിക്കുവാൻ വേണ്ടി. വല്ലാഹു വറസൂലുഹു, അല്ലാഹു തആലയും റസൂലും ബിൽ ബാത്തിനി വൽ ഹിക്മി യഅലമാൻ, ഈ സൂക്തങ്ങളുടെ ഉള്ളർത്ഥം, ഈ സൂക്തങ്ങളുടെ പ്രത്യക്ഷമല്ല, അവയുടെ പരോക്ഷമായ അർത്ഥം, യഥാർത്ഥ മീനിങ് അല്ലാഹു വൽ ഹിക്മി, അതിന്റെ യുക്തികളും അല്ലാഹുവിനും റസൂലിനും അറിയാമല്ലോ. അതുകൊണ്ട് അതിന്റെ പ്രത്യക്ഷം ആക്ഷേപമാണെന്നുള്ളത് അല്ലാഹു തആല പരിഗണിച്ചില്ല, പ്രശ്നമാക്കിയില്ല. യാ റബ്ബി സ്വല്ലി അലൻ നബിയ്യി മുഹമ്മദി മുൻജിൽ ഖലായിഖ മിൻ ജഹന്നമ ഫീ ഗദി എന്ന ചെറിയൊരു കവിതയാണ്. അതിൽ പറയുന്നതും ഈ വിഷയം തന്നെയാണ്. അഖ്ലാഖുകൽ ഹുസ്ന വലസ്ത അബൂസ ലം യദുൻ മിൻകൽ മുർസലൂന കമൂസ. അഖ്ലാഖുകൽ ഹുസ്ന, ഓ നബിയെ അങ്ങയുടെ സ്വഭാവങ്ങൾ അത്യുത്തമമാണ്, വളരെ സമുന്നതമാണ്. വലസ്ത അബൂസ, അങ്ങ് ഒരിക്കലും മുഖം ചുളിക്കുന്നവരല്ല. മുഖം ചുളിക്കൽ അങ്ങയുടെ സ്വഭാവത്തിൽപ്പെട്ടതല്ല. വേണ്ടാത്തിടത്ത് ദുസ്വഭാവം കണ്ടാൽ, മോശത്തരം കണ്ടാൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ മുഖത്തത് അറിയുമെന്ന് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുന്നതായി കാണാം. അത് സൽസ്വഭാവമാണ്. ലം യദുനു മിൻക അൽ മുർസലൂന കമൂസ, ഓ നബിയെ അങ്ങയോട് മുർസലീങ്ങളാരും അങ്ങയോട് അടുക്കില്ല. അങ്ങയുടെ സ്വഭാവങ്ങളോടും അങ്ങയുടെ മഹത്വങ്ങളോടും അടുക്കില്ല. മൂസാ നബി അലൈഹിസ്സലാം
അള്ളാഹുവിന്റെ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും സുപ്രസിദ്ധനാണ് മൂസാ നബി അലൈഹിസ്സലാം. വലിയ പ്രവാചകനാണ്, വലിയ മഹത്വമുള്ള പ്രവാചകനാണ്, ഉല്ലാസപ്പെട്ട പ്രവാചകനാണ്. ആ മൂസാ നബി അലൈഹിസ്സലാമിനെ പോലെയുള്ള പ്രവാചകന്മാർ ആരും അങ്ങയോട് അടുക്കില്ല. അങ്ങയുടെ സ്വഭാവം അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ബഹുമാന്യമാണെന്ന് അല്ലാഹു തആല ശക്തിയുക്തം പറഞ്ഞിട്ടുണ്ട്. നസ്സൽ കിതാബു റഅയ്തു ഫീഹി ദുറൂസ, വിശുദ്ധ ഖുർആൻ അത് വ്യക്തമായി പറഞ്ഞ സംഭവമാണ്. അതിൽ ചില പാഠങ്ങൾ ഞാൻ കാണുന്നു. ആ പറഞ്ഞ വാക്കിൽ വലിയ പാഠമുണ്ട്. എന്താണ് ആ പാഠം? അത് നാം നേരത്തെ പറഞ്ഞു, തുടക്കത്തിൽ പറഞ്ഞു. റസൂലുള്ളാഹിയുടെ സ്വഭാവം അത്യുത്തമമാണ്, അത് അള്ളാഹു ആദരിക്കുന്ന സ്വഭാവമാണ് എന്ന് പറഞ്ഞതിൽ നിന്ന് റസൂലുള്ളാഹിയുടെ സമ്പൂർണമായ പാപമുക്തി, പാപ സുരക്ഷ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചുവെന്ന് നേരത്തെ 18-ാം ഹിസ്ബിന്റെ തുടക്കത്തിൽ വിവരിച്ചിട്ടുണ്ട്. ലൗ കാന ഫിഅലുക ഔ മഖാലുക ബാതില ലഗദത് യമീനുല്ലാഹി ഫീക ഗമൂസാ. അല്ലാഹു തആല സത്യം ചെയ്ത് പറയുന്നത് പോലെ അല്ലാഹു തആല വളരെ ശക്തമായ ഭാഷയിൽ അങ്ങയുടെ സ്വഭാവം ആദരണീയമാണെന്ന് പറഞ്ഞപ്പോ എനിക്ക് പറയാനുള്ളത്, ലൗ കാന ഫിഅലുക നബിയെ, ഇനി നിങ്ങളുടെ പ്രവൃത്തികൾ ഔ മഖാലുക അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും വാക്ക് ബാതില, അത് വേണ്ടാത്ത വാക്കാകുകയോ വേണ്ടാത്ത പ്രവൃത്തിയാവുകയോ, അങ്ങയുടെ ഏതെങ്കിലും ബാഹ്യമോ ആന്തരികമോ ആയ ചലനം അത് അല്ലാഹു തആല വേണ്ടില്ലായിരുന്നു എന്ന് പറയുന്നതാണെങ്കിൽ ലഗദത് യമീനുല്ലാഹി ഫീക ഗമൂസാ, അല്ലാഹു നിങ്ങളെ കുറിച്ച് നിങ്ങളുടെ സ്വഭാവം ആദരണീയമാണ്, ഞാൻ ബഹുമാനിക്കുന്ന സ്വഭാവമാണെന്ന് അല്ലാഹു പറഞ്ഞ ആ വാക്ക് അത് എന്താവും? അത് കളവായി പോകൂലേ? അല്ലാഹു ഒരിക്കലും കളവ് പറയൂലല്ലോ. അതുകൊണ്ട് അങ്ങയുടെ വാക്കോ പ്രവൃത്തിയോ ഒന്നും ഒരിക്കലും അല്ലാഹു വേണ്ടില്ലായിരുന്നു, അത് ദുസ്വഭാവമായി പോയി, അത് വേണ്ടാത്തതായി പോയി എന്നൊരിക്കലും വിശേഷിപ്പിക്കൂല. പിന്നെ ഉള്ളത് ഒരു അഅമയുടെ സംഭവമാണ്, അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂമിന്റെ സംഭവമാണ്. إذ جاءك الأعمى وأنت همك الإسلام للوفد القروب روسا عرضت عنه مكلما كي يجذب للحق يبدا ذاك فيك عبوسا. إذ جاءك الأعمى, അന്ധനായ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം നിങ്ങളുടെ അടുത്തേക്ക് വന്നപ്പോൾ وأنت همك الإسلام للوفد القروب روسا, നേതാക്കളായ വലിയ മഹത്തുക്കളായ ഖുറൈശികളിലെ അവിശ്വാസികളായ നിവേദക സംഘം നിങ്ങളുടെ അടുത്തേക്ക് വന്നപ്പോൾ അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കൽ അങ്ങക്ക് വലിയ ഒരു വിഷയമായി, അത് വലിയൊരു പ്രശ്നമായി നിങ്ങൾ എടുക്കുകയും അവരോട് സംസാരിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് അങ്ങ് അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂമിനോട് സംസാരിക്കാതെ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂമിൽ നിന്നും പിന്തിരിഞ്ഞു മറ്റുള്ള അങ്ങയുടെ അടുത്ത് വന്ന അതിഥികളോട് സംസാരിച്ചുകൊണ്ട് സത്യമതത്തിലേക്ക് അവരെ ആകർഷിക്കപ്പെടാൻ വേണ്ടി. അന്നേരം അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം അവിടെ വന്നത് അങ്ങയുടെ മുഖം ചുളിയാൻ അത് കാരണമായി. അതൊരു ആക്ഷേപാർഹമായ വിഷയമല്ല. ലൗ കുന്ത മുൽതഫിതൻ ഇലൈഹി ലഫാതകൽ ഇദ്നാഉ ലിദ്ദീനിൽ ഹനീഫി ജുലൂസാ, അതല്ലേ സത്യം. ലൗ കുന്ത മുൽതഫിതൻ ഇലൈഹി, അങ്ങങ്ങാനും അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂമിലേക്ക് തിരിഞ്ഞുകൊണ്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ, അതിഥികളെ പരിഗണിക്കാതെ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂമിനോട് സംസാരിക്കുകയായിരുന്നെങ്കിൽ ലഫാതകൽ ഇദ്നാഉ ലിദ്ദീനിൽ ഹനീഫി ജുലൂസാ, അങ്ങയുടെ അടുത്ത് ഇരുന്നു കൊണ്ട് സഭയിൽ ഇരുന്നു കൊണ്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആ നേതാക്കളെ ദീനുൽ ഇസ്ലാമിലേക്ക് അടുപ്പിക്കാനുള്ള ചാൻസ് തന്നെ നഷ്ടപ്പെടും. ആ ചാൻസ് നിങ്ങൾ ഉപയോഗപ്പെടുത്തി, പക്ഷെ അത് ഉപകാരപ്പെട്ടോ പെട്ടില്ല, അത് വേറെ വിഷയം. ചാൻസ് ഉപയോഗപ്പെടുത്തണം, ആ ചാൻസ് തന്നെ ഉപയോഗപ്പെടുത്താൻ കഴിയാതെയായി പോകും.
فعبوسك المدح العظيم بغاية الإخلاص في الدعوات كنت نفوسا. അതുകൊണ്ട് ഇനി ആരും പറയണ്ട മുത്തുനബി മുഖം ചൊളിച്ചു എന്ന് പറഞ്ഞത് മുത്തുനബിന്റെ ആക്ഷേപമാണ് എന്ന് പറയണ്ട. ഫഅബൂസുക, അങ്ങ് മുഖം ചൊളിച്ചു എന്ന് പറഞ്ഞത് അങ്ങയുടെ മുഖം ചുളിയൽ, അള്ളാഹു മുഖം ചുളിഞ്ഞു എന്ന് വിശേഷിപ്പിച്ചത് തന്നെ അൽ മദ്ഹുൽ അദീം, അത് വലിയ മദ്ഹാണ്. മുഖം ചുളിയേണ്ടടുത്ത് തന്നെയാണ് ചുളിഞ്ഞത്. ബിഗായത്തിൽ ഇഖ്ലാസ് ഫി ദഅവാത്ത്, അങ്ങക്ക് പ്രബോധനങ്ങളിൽ ജനങ്ങളെ ദീനുൽ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നതിൽ അങ്ങേയറ്റത്ത നിഷ്കളങ്കതയുണ്ട് എന്ന് അല്ലാഹു തആല അങ്ങയെ മദ്ഹ് ചെയ്യുകയാണ്, അങ്ങയെ വിശേഷിപ്പിക്കുകയാണ് അതിലൂടെ ചെയ്യുന്നത്. അങ്ങയുടെ മുഖം ചുളിഞ്ഞു ആ സന്ദർഭത്തിൽ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അങ്ങക്ക് ജനങ്ങളെ പ്രബോധനം ചെയ്യുന്നതിൽ നല്ല നിഷ്കളങ്കതയുണ്ട്, വേണമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് പ്രബോധനം ചെയ്യുന്നത്. അല്ലെങ്കിൽ എങ്ങനെ മുഖം ചുളിയുന്നു? കുത്തനുഫൂസ, എത്രയോ മനസ്സുകളെ അങ്ങ് ദീനുൽ ഇസ്ലാമിലേക്ക് നയിച്ചിട്ടുണ്ട്. ലാകിൻ അതാ ലഹറുൽ കിതാബി വസുന്നതി ലിയുതംഇനൽ അഅമാ ബിഹി മഅനൂസ. പക്ഷേ ഒരു കാര്യം, ലാകിൻ അതാ ലഹറുൽ കിതാബി, വിശുദ്ധ ഖുർആനിന്റെ പ്രത്യക്ഷം വന്നു, വസുന്നതി, ഹദീസിന്റെയും പ്രത്യക്ഷം, ഈ വിഷയത്തിലുള്ള വിശുദ്ധ ഖുർആനിന്റെ പ്രത്യക്ഷവും ഹദീസിന്റെ പ്രത്യക്ഷവും വന്നത്, ആ പ്രത്യക്ഷം ആക്ഷേപമാണെന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിൽ വന്നത് ആ പ്രത്യക്ഷം കൊണ്ട്, വിശുദ്ധ ഖുർആനിന്റെ പ്രത്യക്ഷം കൊണ്ടും വിശുദ്ധ ഹദീസിന്റെ പ്രത്യക്ഷം കൊണ്ടും കുരുടനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മി മക്തൂമിനെ സമാധാനിപ്പിക്കുവാൻ വേണ്ടിയാണ് മഅനൂസ അദ്ദേഹത്തെ ഇണക്കിക്കൊണ്ടുവന്ന് സമാധാനിപ്പിക്കുവാൻ വേണ്ടി. അങ്ങനല്ല, അങ്ങനെ ആ സന്ദർഭങ്ങളിലൊക്കെയുള്ള സൈക്കോളജി. ഭാര്യയെയും ഉമ്മയെയും നന്നാക്കി കൊണ്ടുപോകണമെങ്കിൽ ഭാര്യനോട് പറയാ, എന്ത്, അവിടെ ഒരു സൈക്കോളജി എടുത്തോ, ഒരു ഹിക്മത്ത്. ഞാന് ചിലപ്പോ നീ ഉണ്ടാക്കിയ ഭക്ഷണത്തിനെ പറ്റി ഉമ്മയൊക്കെ ഞാൻ നല്ലതൊന്നും പറയൂല കേട്ടോ, ഉമ്മാനൊക്കെ ഞാൻ ഭക്ഷണം പോരാന്നൊക്കെയാണ് സംസാരിക്കുക. ഇതൊന്നും വിചാരിക്കരുത്. അല്ലെങ്കിൽ ഉമ്മാന്റെ അടുത്ത് വെച്ച് ഞാൻ ചിലപ്പോ എന്നോടൊന്ന് ചൂടാവും. അത് ഉമ്മാക്ക് എന്നോടുള്ള ഇതാണ് പോയിട്ട് പിന്നെ ലെവലാകാൻ വേണ്ടിയാണ്. നേരത്തെ മുൻകൂട്ടി ഭാര്യനോട് പറഞ്ഞു. എന്നിട്ട് ഭാര്യനോട് ചെറിയ നിലക്ക് ഭാര്യനെ ആക്ഷേപിക്കുന്ന പ്രത്യക്ഷം ആക്ഷേപമായി തോന്നുന്ന രൂപത്തിൽ ഭാര്യനോട് സംസാരിക്കുമ്പോ ഭാര്യ ഉമ്മ ഉണ്ടായിരുന്ന ആ ഒരു തെറ്റിദ്ധാരണ അതാണ്. ഉമ്മാക്ക് തോന്നി ഇവന്റെ ഭാര്യ മരുമകള് എന്നെ പരിഗണിക്കുന്നില്ല, മരുമകള് എന്നെ ചീത്ത പറഞ്ഞതിലൊന്നും എന്നെ പരിഗണിക്കാതിരിക്കുന്നതിലൊന്നും മകന് യാതൊരു എതിർപ്പുമില്ല എന്ന് തോന്നിപ്പോയി. വാസ്തവത്തില് മരുമകള് ചീത്ത പറഞ്ഞതൊന്നല്ല, ഉമ്മാക്ക് അങ്ങനെ തെറ്റിദ്ധാരണ വന്നതാണ്. ആ തെറ്റിദ്ധാരണ പോകാൻ ഉമ്മ അവള് നിങ്ങളെ ചീത്ത പറഞ്ഞതല്ല, അവഗണിച്ചതല്ല എന്ന് പറഞ്ഞ ഉമ്മക്ക് ഒന്നുകൂടെ വേദന കൂടുക ചെയ്യും. കണ്ടോ, അയ്യോ അവളെ കൂടെ ആയില്ലേന്ന്. അപ്പൊ അവിടെയുള്ള ഹിക്മത്ത് എന്താ? ഞാൻ എന്നെ കുറ്റപ്പെടുത്തുന്നത് പോലെ ഉമ്മയോട് സംസാരിക്കും. ഉമ്മക്ക് പ്രായമായതല്ലേ, ഉമ്മക്ക് അത് മനസ്സിലാകൂല എന്ന് പറഞ്ഞ് അവളെ കുറ്റപ്പെടുത്തുന്നത് പോലെ ഒന്ന് സംസാരിച്ചു കഴിഞ്ഞാല് ആ ചെറിയ കുട്ടികളോട് പെരുമാറുന്ന മാതിരിയാണ് വയസ്സായ ആളുകളോട് പെരുമാറുന്നത്. അപ്പോ ഉമ്മക്കും തൃപ്തിയായി അവൾക്കും. അതിന് ഞാൻ എന്റെ മരുമകളല്ലേ, എന്റെ മകളെ പോലെയാണ് ഞാൻ അവളെ കാണുന്നത്. അപ്പൊ ഉമ്മ നന്നാവും, എനിക്ക് അവളോട് ഒന്നുമില്ലല്ലോ. അപ്പൊ അതാണ് അല്ലാഹു തആല ഇവിടെ സ്വീകരിച്ച രീതി. അതാണ് അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മി മക്തൂമിനെ ഇണക്കിക്കൊണ്ടുവരാൻ വേണ്ടി വിശുദ്ധ ഖുർആനിന്റെ പ്രത്യക്ഷവും ഹദീസിന്റെ പ്രത്യക്ഷവും ആക്ഷേപമുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ വന്നു. ഇന്നല്ലദീ യുസ്നി അലൈക മഹബ്ബതൻ, ഓ നബിയെ അങ്ങയെ സ്നേഹപൂർവം പ്രകീർത്തിക്കുന്നവര്, മഹബ്ബത്തില് മൗലിദുൽ ഹുസ്നൈനി ഓതുന്നവർ മഹബത്തോടെ ഓതണം, മനല്ലേ മനസ്സോടെ ഓതിയല്ല. നമുക്ക് ഓതി നോക്കുക, കടം വീടെന്നൊക്കെ പറയുന്നുണ്ട്, നോക്കുക വീട് വന്ന്. അത്
3 ഖത്തം തീർത്താലും അങ്ങനെ നോക്കിയാൽ വീട്ടിക്കൊള്ളണമെന്നില്ല. നമുക്ക് ഓതി വെക്കുക, ഉംറക്ക് പോകാന് തോഫിക്ക് ഉണ്ടാവും എന്നൊക്കെ പറയണേ, റസൂലുള്ളാഹിയുടെ സ്വപ്നം കാണുന്നൊക്കെ പറയണേ, ഓതി വെക്കുക. അങ്ങനല്ല, അതില് പറയുന്നത് റസൂലുള്ളാഹിനെ പറ്റിയുള്ള വിവരങ്ങളല്ലേ. ആ വിവരങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഓരോ വരികളും വായിക്കുന്ന സമയത്ത് എന്താണ് ആ വരിയിൽ റസൂലുള്ളാഹിനെ പറ്റി പറയുന്നത് എന്നുള്ള ആ വിവരം ഉൾക്കൊണ്ടുകൊണ്ട് അത് പാരായണം ചെയ്യുമ്പോ ഈമാൻ വർദ്ധിക്കും, മഹബത്ത് വർദ്ധിക്കും, മനസ്സിന് തണുപ്പ് ലഭിക്കും. അപ്പോ അത് ആ മഹബത്തിനനുസരിച്ച് റസൂലുള്ളാഹിനെ കാണാനും തൗഫീഖ് ഉണ്ടാവും, കടം വീടും, ഉംറക്ക് പോകാൻ ചാൻസ് ഉണ്ടാവും. അങ്ങനെയാണ് മനസ്സോടെ ചൊല്ലിയതുകൊണ്ട് ഉപകാരം ഉണ്ടാവില്ല. പെട്ടെന്ന് ഇതിന്റെ പ്രതിഫലം, അതിന്റെ ഉപകാരം, പ്രതിഫലനം കിട്ടണമെന്നില്ല. ഇന്നല്ലദീ യുസ്നി അലൈക മഹബ്ബതൻ, നബിയെ മഹബ്ബത്തോടുകൂടെ സ്നേഹപൂർവം അങ്ങയെ മദ്ഹ് ചെയ്യുന്നവർ, അങ്ങയുടെ മദ്ഹ് പറയുന്നവർ, ചൊല്ലുന്നവർ, യുൽഫീഹുനാ ദുനിയാവിലും അവർക്ക് ലഭിക്കും, വഫിൽ ഗദി നാളെ മഹ്ശറിലും ലഭിക്കും, ഇവിടെയും അവിടെയും ദുനിയാവിലും ആഖിറത്തിലും അവർക്ക് അൽ മൽമൂസ, അവരെന്താ തേടുന്നത് അത് ലഭിക്കും. ഇത്രേ പറയാനുള്ളൂ. മൽമൂസ്, എന്താണ് അവർ തേടുന്നത്? ദുനിയാവ് തേടുന്നത് ദുനിയാവിൽ നിന്ന് ലഭിക്കും, ആഖിറത്ത് തേടുന്നത് ആഖിറത്തിൽ നിന്ന് ലഭിക്കും. ആഖിറത്തേക്ക് ലഭിക്കാൻ വേണ്ടി തേടുന്നത് അവിടെ ലഭിക്കും. അതിനുള്ള എളുപ്പ വഴിയാണ് മൗലിദ്, മുത്തനബിന്റെ മദ്ഹ്, സ്വലാത്ത്. സല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.